ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ എങ്ങനെ 1 കോടി രൂപ വാർഷിക പ്രീമിയമായി നേടാമെന്നുള്ളതും അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡിഫറൻറ്റ് സ്റ്റെപ്പുകൾ എന്താണെന്നും ഞാൻ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അത് കാണാത്തവർക്ക് അതിൻ്റെ അതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനായി ഞാൻ രേഖപ്പെടുത്താം. കാണാത്തവർ ആദ്യം ആ വീഡിയോകൾ. ഇനി ഞാൻ പറഞ്ഞു, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് ആ ജേണിയിലേക്ക് 1 കോടി രൂപ ജേണിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരുന്നുണ്ട്. ഇനി ഡിജിറ്റൽ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എവിടെ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ കേരളത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റുമാർ ഡിജിറ്റലി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് വിസിബിൾ ആകാൻ വേണ്ടി ഡിജിറ്റലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പെയിൻസ്, ഇന്നത്തെ മാർക്കറ്റിൽ സിറ്റുവേഷനിൽ അവർ നേരിടുന്ന പെയിൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ദ പെയിൻ എന്ന് പറയുന്നത് അവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്യാമറ ഫിയർ. വിസിബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പല പ്ലാറ്റ്ഫോമുകളിലും, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അതുപോലെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഓൺലൈൻ ആവേണ്ട ആവശ്യമുണ്ട്. അവിടെ നമ്മൾ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ ഫിയർ. ദെൻ നോ ടൈം ക്ലാരിറ്റി. നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് പല ഇൻഷുറൻസ് പോളിസികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിന് പുറകെ പോകുമ്പോൾ ഏത് ടൈമിലാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായ ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ ഇനി ഏതൊക്കെ ടൂൾസ്, റെക്കോർഡ് ചെയ്യാൻ ഏതൊക്കെ ടൂൾസ്, എഡിറ്റ് ചെയ്യാൻ ഏതൊക്കെ ടൂൾസ്, അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ വലിയ ഒരു വേദനയാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇല്ലായ്മയാണ് ഉണ്ടാക്കുന്നത്. എനിക്കറിയാം, കേരളത്തിലെ ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ഇൻഷുറൻസ് ഏജന്റുമാരും ഡിജിറ്റൽ ആവാൻ ശ്രമിക്കുമ്പോൾ അവർ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നെന്ന് എനിക്കറിയാം. എങ്ങനെ ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാം, അതിനുള്ള 7 സിമ്പിൾ സ്റ്റെപ്പുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 7 സ്റ്റെപ്പുകളാണ് പറയുന്നത്. അതിൽ സ്റ്റെപ്പ് നമ്പർ 1, ക്രിയേറ്റ് പ്രൊഫൈൽ. എവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? നമ്മുടെ സോഷ്യൽ മീഡിയ ആയ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഇവയിൽ നമ്മൾ കൃത്യമായ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക വിത്ത് പ്രൊഫഷണൽ ഫോട്ടോ. വെറുതെ ഒരു ഫോട്ടോ സെൽഫി എടുത്തിടാതെ അതിന് നമ്മുടെ ബിസിനസ് അനുയോജ്യമായ ഒരു പ്രൊഫഷണൽ ഫോട്ടോ വെച്ച് നമ്മുടെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുക. ദെൻ ക്ലിയർ ബയോ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേരും കാര്യങ്ങളും കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ നിഷ് ക്ലാരിറ്റി വെച്ച് നിങ്ങളുടെ ബയോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കുക. ദെൻ നിങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ്. എൻ്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ 1 ലക്ഷത്തിലധികം വരുന്ന ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റലി എംപവർ ചെയ്യുക, അതിലൂടെ അവരെ ഡിജിറ്റലി വിസിബിൾ ആക്കുക, അങ്ങനെ അവരുടെ ഇൻകം സ്റ്റേബിൾ ആക്കുക, ഫ്യൂച്ചറിൽ അവരെ ഒരു ഡിജിറ്റൽ ഇൻഷുറൻസ് ലീഡർ ആക്കുക എന്നുള്ളതാണ് മിഷൻ. അതുപോലെ നിങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക. എന്താണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ്? അത് നമുക്ക് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് മിഷൻ സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് പോസ്റ്റ് കണ്ടന്റ്. എവിടെ? ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക. അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഫാമിലീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുക, സ്റ്റോറീസ് ഷെയർ ചെയ്യുക, ഗിവ് വാല്യൂസ് ഷെയർ ചെയ്യുക. അതായത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുന്ന 5 ഗുണങ്ങൾ എന്തൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലുള്ള ടോപ്പിക്കുകൾ വെച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക. ഷെയർ സ്റ്റോറീസ്. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ ഇൻഷുറൻസ് എടുത്തപ്പോൾ അയാൾക്ക് മെഡിക്കലി ലഭിച്ച ഗുണങ്ങൾ, അതിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ, അത് ഷെയർ ചെയ്യുക. ഗിവ് വാല്യൂസ് ഓർ ടിപ്സ്. വാല്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കസ്റ്റമർ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റുകൾ കൃത്യമായി ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥലത്തോ സേവ് ചെയ്ത് വെക്കുക. എമർജൻസി വരുമ്പോൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള വാല്യൂ ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുക. അതാണ് കണ്ടന്റിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നൗ സ്റ്റെപ്പ് നമ്പർ 3, ലോക്കൽ ലാംഗ്വേജ്. നമ്മുടെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഉപയോഗിക്കുന്ന ലാംഗ്വേജും അതിനനുസരിച്ചുള്ളതാണ്. ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബിൽഡ് കണക്ഷൻ. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഭയങ്കരമായിട്ട് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഉദാഹരണത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ്. പലപ്പോഴും പല കസ്റ്റമേഴ്സിനും ഇത് എന്താണെന്ന് അറിയില്ല. അത് കൃത്യമായി അയാൾക്ക് മനസ്സിലാകുന്ന, അയാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൃത്യമായി പറയും. അതാണ് ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകതയിൽ ഞാൻ പറയാൻ പോകുന്നത്. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 4, റീൽ ഷോർട്സ്. അപ്പോൾ നമ്മൾ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നു. കൂടുതലും ഇന്ന് ആക്സസിബിലിറ്റി അല്ലെങ്കിൽ കൂടുതലും വിസിബിലിറ്റി ഉള്ളത് റീൽസിനാണ്. റീൽസ് ഷൂട്ട് ചെയ്യുക. റീൽസ് എന്ന് പറയുന്നത് 30 seconds to
90 സെക്കൻഡ്സ് ആണ്, മാക്സിമം 1 മിനിറ്റ് അതുപോലുള്ള ടിപ്സുകൾ ഷൂട്ട് ചെയ്യാം. ഫാമിലി അവയർനെസ് കൊടുക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാം. ലോക്കൽ കോണ്ടെക്സ്റ്റിലുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള റീൽസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ സ്റ്റെപ്പ് നമ്പർ 5, എൻഗേജ് കമന്റ്സ്. ഇതെന്താണ്? നമ്മളൊരു വീഡിയോ ഇട്ടു, നമ്മൾ പോസ്റ്റ് ചെയ്തു, അതിന് താഴെ ചിലപ്പോൾ ആൾക്കാർ വന്ന് കമന്റ്സ് എന്താണ് ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിച്ചേക്കാം. അപ്പൊ അവർക്ക് കൃത്യമായ റിപ്ലൈ കൊടുക്കുക, നല്ല നീറ്റായിട്ട് പൊളൈറ്റ് ആയിട്ട് കമന്റ്സ് റിപ്ലൈ കൊടുക്കുക. അതിലൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. നമ്മളൊരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ChatGPT ഉപയോഗിച്ചിട്ടുള്ള മെസ്സേജുകളോ ഒന്നും കൊടുക്കാതെ പകരം ഹ്യൂമനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള, നോർമലി ഒരാൾ നമ്മളോട് സംശയം ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും, അതുപോലെ നല്ല പൊളൈറ്റ് ആയിട്ട് മറുപടി കൊടുക്കുക. അതാണ് എൻഗേജ് കമന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ സ്റ്റെപ്പ് നമ്പർ 6, ട്രാക്ക് ലീഡ്സ്. പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോസ് ഇടുമ്പോഴും അല്ലെങ്കിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾക്ക് ആൾക്കാർ നമ്മളെ അന്വേഷിച്ച് വരും. ഇതെങ്ങനെയാണ്, ഇതെന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ പോളിസി എടുക്കുക, അല്ലെങ്കിൽ ഈ പോളിസി എടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ. അപ്പൊ ഇങ്ങനെ വരുന്ന ആൾക്കാരെ ലീഡ്സ് എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ഒരു CRM സിസ്റ്റത്തിലേക്ക്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക. ഒരു എൻക്വയറി വരുന്ന ആൾക്കാരെ എൻക്വയറി ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ആയാലും മതി. ഇപ്പൊ CRM എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഏജന്റ് കെയർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് CRM സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റിലൂടെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ റിന്യൂവൽ ട്രാക്ക് ചെയ്യുക. നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്, നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇൻഷുറൻസ് ഏജന്റുമാർ റിന്യൂ ചെയ്യാൻ മറക്കുന്നത്. അത് ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് നമ്പർ 7, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേ കൺസിസ്റ്റന്റ്. ഡെയിലി ആക്ഷൻസ്. നമുക്ക് പറ്റുമെങ്കിൽ, തുടക്കത്തിൽ നമുക്ക് പറ്റുമെങ്കിൽ ഡെയിലി ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വീക്ക്ലി ഫോക്കസ്. വീക്ക്ലി ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്ര വീഡിയോസ് പോസ്റ്റ് ചെയ്തു, അതിന് എത്ര ആൾക്കാർ റിപ്ലൈ ചെയ്തു, അതിന് എത്ര ലീഡ് ജനറേറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യും. ദെൻ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂസ് ആയി, വിത്തൗട്ട് എനി ഡിലേ ഓർ വിത്തൗട്ട് എനി ബ്രേക്ക് ഇല്ലാതെ അടുത്ത 90 ഡേയ്സ് ചെയ്യുക. ഇതാണ് നമ്മളുടെ വിസിബിലിറ്റി ജേർണി സക്സസ്ഫുൾ ആക്കാൻ അല്ലെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താനുള്ള 7 സ്റ്റെപ്പുകൾ എന്ന് പറയും. നിങ്ങൾ ഡിജിറ്റലി വിസിബിൾ ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ നിങ്ങളെ കാണുന്നു. അങ്ങനെ മാർക്കറ്റ് ഒരിക്കലും നിങ്ങളെ മറക്കാതിരിക്കുകയും ചെയ്യുന്നു. അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ കൂടുതൽ ലീഡ്സ് ലഭിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുകൾ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റായ സുഹൃത്തിന് ഈ വീഡിയോ ടാഗ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് കേരളത്തിലെ ഇൻഷുറൻസ് ഏജന്റിന് വേണ്ടിയിട്ടുള്ള ഈ ഫസ്റ്റ് ഡിജിറ്റൽ മൂവ്മെന്റിൽ എല്ലാവർക്കും പങ്കാളികളാകാം.